Hi students, welcome to your class. ഇന്നത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ 6 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും രണ്ട് ടോപ്പിക്കുകളാണ്, ഡയറക്ഷനും കോർഡിനേഷനും. ഇവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ഇഷ്യൂയിങ് ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്യുക, ഓർഡേഴ്സ് കൊടുക്കുക, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കമാൻഡ്സ്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, കമാൻഡ് ചെയ്യുക, ഇതെല്ലാം ഡയറക്ഷൻ്റെ ഭാഗമാണ്. ഗൈഡ് ചെയ്യുക, ഓവർസീ ചെയ്യുക. ഗൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് നയിക്കുക, മുൻകൂട്ടി കാണുക. അതേപോലെ തന്നെ ഇൻ മാനേജ്മെൻറ്റ് ഡയറക്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഗൈഡിങ് ദ സബോർഡിനേറ്റ്സ്. മാനേജ്മെൻറ്റിൽ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ്സ്, നമ്മുടെ താഴെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, എൻ്റർപ്രൈസിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഇതാണ് ഡയറക്ഷൻ എന്താണെന്നുള്ളത് ചോദിച്ചാൽ എഴുതേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളോട് പറയാറുള്ളത് ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് പറഞ്ഞാൽ 4 ഫീച്ചേഴ്സാണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താ? എല്ലാ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലും വേണം. കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതേപോലെ തന്നെ ടോപ്പ് ലെവൽ ടു ബോട്ടം ലെവൽ വരെയൊക്കെ അത് ആവശ്യമാണ്. അതിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സിനെയാണ്. ഹ്യൂമൻ ഫാക്ടറാണ് ഡയറക്ഷനിൽ ഉണ്ടാവുന്നത്. പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ഗോളുകളും സ്ഥാപനത്തിൻ്റെ ഗോളും തമ്മിലുള്ള ഒരു ഐക്യതയാണ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ഗോൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടീമിൻ്റെ ആയി. അങ്ങനെ ടീമുകൾ ചേരുമ്പോൾ അത് സ്ഥാപനത്തിൻ്റെ ആയി എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തേൽ പറഞ്ഞത് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓരോ സബോർഡിനേറ്റും അവർക്ക് വേണ്ടതായിട്ടുള്ള ഡയറക്ഷൻസ് ഒരൊറ്റ സുപ്പീരിയറിൽ മാത്രമാണ്, അവരിൽ നിന്ന് മാത്രമാണ് റിസീവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ്. എഫിഷ്യൻസി ഓഫ് ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴാണ് എഫിഷ്യൻ്റ് ആവുന്നത്? മിനിമം കോസ്റ്റിൽ നമ്മുടെ എൻ്റർപ്രൈസിന് അതിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഡയറക്ഷൻ പൂർണ്ണമാവുന്നത്. മെയിൻറ്റെയിൻ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. ഓരോ വ്യക്തികൾക്കും അവരുടേതായ പെർഫോമൻസ് പാർട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ആ ഒരു ടീം വർക്ക് അല്ലെങ്കിൽ ഒരു വിജയം അവിടെ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ഡയറക്റ്റ് സൂപ്പർവിഷനാണ്. ആവശ്യമാണെങ്കിൽ സൂപ്പർവിഷൻ ബൈ ഓർഡേഴ്സ് കൊടുക്കുക. പിന്നെ ഡയറക്റ്റ് പേഴ്സണലി സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇൻ്റലിജിബിലിറ്റി. ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം ഡയറക്ഷനും ഇൻസ്ട്രക്ഷനും ഒക്കെ എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന തരത്തിലായിരിക്കണം കൊടുക്കേണ്ടത്. വളരെ കംപ്ലീറ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. പിന്നെ റൈറ്റ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഇവിടെ സെലക്ട് ചെയ്യണം. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സബോർഡിനേറ്റ്സിന് വേണ്ടതായിട്ടുള്ള ഗൈഡും ഇൻഫ്ലുവൻസറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാം. കമ്മ്യൂണിക്കേഷനാണ്. വളരെ ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമാണ് സബോർഡിനേറ്റിന് കറക്റ്റ് ഗൈഡൻസും അഡ്വൈസും ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ അവർക്ക് വേണ്ടതായ ഉപദേശങ്ങൾ കൊടുക്കാനൊക്കെ സാധിക്കുള്ളൂ. പിന്നെ പറയുന്നത് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. എപ്പോഴും എന്തുണ്ടായിരിക്കും? ടോപ്പ് ലെവലിൽ നിന്ന് ബോട്ടം ലെവലിലേക്ക് എപ്പോഴും ഇൻഫർമേഷൻ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡയറക്ഷൻ ടെക്നിക്സ്, അപ്രോപ്രിയേറ്റ് ആയത് എന്താണോ അത് ഉപയോഗിക്കുക. ഇത്രയെല്ലാം കൊടുത്തതിന് ശേഷം അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഫോളോ അപ്പ് നടത്തുക. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒന്ന്, ഒരു ആക്ഷനിലേക്ക് നമ്മളെ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനീഷ്യേറ്റ്സ് ആക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഇൻ്റഗ്രേറ്റ് എഫേർട്ട്. ഓരോ വ്യക്തികളുടെയും തികച്ചും വ്യക്തിത്വപരമായിട്ടുള്ള എഫേർട്ടിനെ അല്ലെങ്കിൽ ഗോളിന് ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നു. അങ്ങനെ പല ഗ്രൂപ്പിൻ്റെയും ഗോളുകളെ ഒരുമിച്ച് ചേർത്ത് അതൊരു ഓർഗനൈസേഷൻ്റെ ഗോളാക്കി മാറ്റുക. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക. സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഓർഗനൈസേഷനും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ വളർച്ച
ഉറപ്പ് വരുത്തുക അല്ലെങ്കിൽ സ്റ്റേബിളാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് പറയുന്നത്. കോപ്പിംഗ് അപ്പ് വിത്ത് ദ ചേഞ്ചസ്. നമുക്കറിയാം എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ചിന് വിധേയമാണ്. അപ്പോൾ എന്ത് ചേഞ്ച് വന്നാലും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഡയറക്ഷനെ കുറിച്ച് പറയാൻ. ലാസ്റ്റ് ഒരു പോയിന്റും കൂടിയുള്ള എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ. കൃത്യമായി നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ്, മെറ്റീരിയൽ, മെഷീൻ, മണി, ഇതിനെല്ലാം കൃത്യമായിട്ട് സംയോജിപ്പിച്ച് ആവശ്യമായ അളവിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക, എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ചാപ്റ്ററിൽ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. എന്താണ് ഡയറക്ഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് സൂപ്പർവിഷനാണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക. എന്തിന്? സബോർഡിനേറ്റിൻ്റെ ആക്ടിവിറ്റീനെ. നമ്മുടെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മളുടെ കൺട്രോളിൽ നിർത്തുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? ഇത് ശരിക്കും ഡയറക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ പ്രധാനമായിട്ട് സബോർഡിനേറ്റിൻ്റെ വർക്കിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? നിരീക്ഷിക്കുകയാണ്. അവർ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞാൽ കൊടുത്ത പ്ലാനും പോളിസിക്കും അനുസരിച്ച് തന്നെയാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ ഒരു ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കാം. ഈസ് ദ ഫങ്ഷൻ ഓഫ് അഷ്വറിങ് ദാറ്റ് വർക്ക്സ് ബീയിങ് ഡൺ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്ലാൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ. പ്ലാൻ ചെയ്തതും ഇൻസ്ട്രക്ഷൻ കൊടുത്തതുമായ കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണോ സബോർഡിനേറ്റ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കുന്ന ഫങ്ഷനാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് സൂപ്പർവിഷൻ എന്താണ്. ഇനി സൂപ്പർവിഷനും ഡയറക്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഡയറക്ഷൻ പറഞ്ഞാൽ ഗൈഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ലീഡ് ചെയ്യുക. സൂപ്പർവിഷൻ പറഞ്ഞാൽ കൺട്രോളിങ് ആൻഡ് ഡയറക്ഷനാണ്. പിന്നെ ഡയറക്ഷൻ എല്ലാ ലെവലിലും ആവശ്യമാണ്. സൂപ്പർവിഷൻ മെയിനായിട്ട് ഓപ്പറേഷണൽ ലെവലിലാണ് വേണ്ടത്. ഡയറക്ഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. പക്ഷേ സൂപ്പർവിഷനിൽ എപ്പോഴും അടുപ്പിച്ചിട്ട് നമുക്ക് നേരിട്ട് കാണേണ്ട അവസ്ഥയാണ് വരുന്നത്. ഡയറക്ഷൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഹയർ ലെവൽ അതോറിറ്റീസ് ആയിരിക്കും. സൂപ്പർവിഷൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ലോവർ ലെവൽ എംപ്ലോയീസിനോടായിരിക്കും. ഇനി നല്ലൊരു സൂപ്പർവൈസർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്താണ്? ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ച് നല്ല അറിവുണ്ടാവണം, മാനേജീരിയൽ ക്വാളിറ്റി ഉണ്ടായിരിക്കുക, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുക, ടെക്നിക്കലായിട്ട് ക്വാളിറ്റി ഉണ്ടായിരിക്കുക, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കുക, ടാക്റ്റ്ഫുൾനെസ്, ഒരു സന്ദർഭത്തിനെ നല്ല യുക്തിപരമായിട്ട് ലോജിക്കലായി ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടാവുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ സാധിക്കുക, എല്ലാവരിൽ നിന്നും ഒരേപോലെ സഹകരണം സെക്യൂർ ചെയ്യുക, ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടാവുക, ഗുഡ് മെമ്മറി, നല്ല ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കുക, എബിലിറ്റി ടു ജഡ്ജ് കറക്റ്റ്ലി, കൃത്യമായിട്ട് ആളുകളെയും സ്ഥലത്തിനെയും ഈവൻസിനെയൊക്കെ ജഡ്ജ് ചെയ്യാൻ സാധിക്കണം. പിന്നെ ഗ്രേറ്റ് പേഷ്യൻസ് ഉണ്ടായിരിക്കുക, സെൻസ് ഓഫ് ഡിസിപ്ലിൻ ഉണ്ടാവുക, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു നല്ല സൂപ്പർവൈസർക്ക് വേണ്ടതായിട്ടുള്ള ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന കോർഡിനേഷൻ അടുത്തൊരു ടോപ്പിക്കാണ്. എന്താണ് കോർഡിനേഷൻ? അതിലൊരു ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. കോർഡിനേഷൻ പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് ഏറ്റവും എസെൻസിനെയാണ്. എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും എഫേർട്ടിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മുടെ ഗോള്, സ്ഥാപനത്തിൻ്റെ ഗോൾ അക്കംപ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിലെ ഒരു ആക്ടിവിറ്റിയാണ്. കൃത്യമായിട്ട് നമ്മൾ ഗ്രൂപ്പ് എഫേർട്ടിനെ അറേഞ്ച് ചെയ്യുന്നു. യൂണിറ്റി ഓഫ് ആക്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ ലെവലിലും ആവശ്യമാണ്. കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇനി ഇതിൽ ചോദിക്കാറുള്ളത് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇഫക്റ്റീവ് കോർഡിനേഷൻ. കോർഡിനേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്? ഒന്ന്, ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കുക. പിന്നെ ഏർലി സ്റ്റേജസ്. കോർഡിനേഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവസാന ഘട്ടങ്ങളില്ല, ഏറ്റവും തുടക്കം മുതൽ തന്നെ വേണ്ട ഒരു സംഭവമാണ്. ഏർലി സ്റ്റേജിൽ വേണ്ടതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ റിലേഷൻഷിപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായവും ധാരണയും ഒക്കെ അവിടെ ആവശ്യമാണ്. അതേപോലെ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. സെൽഫ് കോർഡിനേഷൻ, ഓരോ വ്യക്തികൾക്കും സ്വമേധയാ സെൽഫ് കോർഡിനേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് കോർഡിനേഷൻ്റെ പ്രോസസ്സാണ് അല്ലെങ്കിൽ സ്റ്റെപ്സാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അതോറിറ്റി ഒരാൾക്ക് നമ്മൾ
ഒരു ഉത്തരവാദിത്തം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ നടത്തുക. അതിനനുസരിച്ചിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളിസിയും പ്രൊസീജിയർ റൂൾസും മെത്തേഡ്സും ഒക്കെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുക. ഡൈനാമിക് ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് നടത്തുക. പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നല്ല റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കുക. പ്രോപ്പർ കോമ്പൻസേഷൻ ഡെവലപ്പ് ചെയ്യുക. സ്റ്റാഫ് ഗ്രൂപ്പ്, ടാസ്ക് ഫോഴ്സ്, കമ്മിറ്റി ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. മാനേജേഴ്സിന് വേണ്ട ട്രെയിനിങ്, ലീഡർഷിപ്പ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ, കോർഡിനേഷൻ ഇതെല്ലാം കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ. കോർഡിനേഷനും കോപ്പറേഷനും രണ്ടും ഡിഫറെൻറ്റ് മീനിങ് തന്നെയാണ്, പക്ഷെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഒരുപോലെയൊക്കെ ആവാം. കോപ്പറേഷൻ എന്ന് പറയുമ്പം ഒരുപാട് ഒരു കൂട്ടം ആൾക്കാരുടെ എഫേർട്ടിനെ കൂട്ടത്തോടെ പറയുന്നതാണ് കോപ്പറേഷൻ. ഹു അസോസിയേറ്റഡ് വോളണ്ടറിലി ടു അച്ചീവ് സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്. ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓരോ ഇൻഡിവിജ്വൽസും കൊടുക്കുന്ന അവരുടെ എഫേർട്ടിനെ കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന പേരാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഡിഫറൻസ് കോർഡിനേഷനും കോപ്പറേഷനും തമ്മിൽ? കോർഡിനേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് കോർഡിനേഷൻ. പക്ഷെ കോപ്പറേഷൻ എന്താണ്? വോളണ്ടറി ആയിട്ട് വരുന്നതാണ്. കോപ്പറേഷൻ വോളണ്ടറി അസോസിയേഷനാണ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിട്ടുള്ളൊരു അസോസിയേഷനാണ്. കോപ്പറേഷൻ എപ്പോഴും ഇൻഫോർമൽ റിലേഷൻഷിപ്പിലൂടെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. കോർഡിനേഷൻ എപ്പോഴും ഉണ്ടാകുന്നത് ഒരു ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിലേഷൻഷിപ്പിലൂടെയാണ്. കോപ്പറേഷൻ അത്യാവശ്യമാണ്, പക്ഷേ കോർഡിനേഷൻ എന്ന് പറയുന്ന നോട്ട് എ സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്നുള്ളതാണ് പറയുന്നത്. കോപ്പറേഷൻ ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ. കോപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും? കോർഡിനേഷൻ ഉണ്ടാവും. ബട്ട് ബൈ ഇറ്റ്സെൽഫ് കനോട്ട് ഗ്യാരണ്ടി കോപ്പറേഷൻ. കോപ്പറേഷൻ മാത്രമായി കഴിഞ്ഞാൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ എവിടെ കോപ്പറേഷൻ ഉണ്ടോ അവിടെ ഓട്ടോമാറ്റിക്കലി കോർഡിനേഷനും ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഡയറക്ഷൻ എന്താണ്, ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണ്, സൂപ്പർവിഷൻ, അതേപോലെ തന്നെ എൻ്റെ പ്രിൻസിപ്പിൾസ്, ഡിഫറൻസ് എന്താണ്, കോർഡിനേഷൻ്റെ പ്രിൻസിപ്പിൾസ്, അതേപോലെ എൻ്റെ പ്രോസസ്സ്, ഡിഫറൻസ്, കോർഡിനേഷനും കോപ്പറേഷനും തമ്മിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. 2 മാർക്കിനും 6 മാർക്കിനും ഒക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ്. പിന്നെ ക്ലാസ് ചെയ്യാതിരുന്നത് ത്രോട്ട് ഇൻഫെക്ഷൻ കൂടിയതുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പരമാവധി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വരും ദിവസങ്ങളിൽ മുടങ്ങാതെ ക്ലാസ് ഇടാൻ ശ്രദ്ധിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.